പഞ്ചകൈലാസത്തിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞ ബാക്കി CCTV ഫുട്ടേജിന്റെ കാര്യം എന്തായി? അത് കിട്ടാൻ എന്തൊക്കെയോ സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്നാ പറയുന്നത്. കിട്ടിയിട്ടും വലിയ പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. രോഹിത്തിന്റെ മിസ്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് കാര്യമായിട്ട് എന്തെങ്കിലും സൂചന ആ ഫുട്ടേജിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് വെറുതെ ഇരിക്കുകയായിരുന്നു. അതും ശരിയാ. മേഘമോ മഞ്ഞോ അങ്ങനെ എന്തെങ്കിലും സുസ്മിത രക്ഷിച്ചിട്ടുണ്ടാവണം. പക്ഷെ അവളെ അങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ? രോഹിത്തിന്റെ മിസ്സിംഗും പ്രീതി കോമയിൽ കിടക്കുന്നതും ഒക്കെ ആയിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പ്രീതി കോമയിൽ നിന്ന് ഉണരുന്നതിന് സുസ്മിത ഇത്രയും ഭയക്കില്ല. പ്രീതിയെ കൊല്ലാൻ ശ്രമിക്കില്ല. പ്രീതി ഇപ്പോഴും കോമയിൽ തന്നെ തുടരാൻ കാരണക്കാരി ആ സുസ്മിതയാ വിഷ്ണുട്ട. പുരോഗതിയുടെ എന്തെങ്കിലും ഒരു സൂചന പ്രീതിയിൽ ഉണ്ടാവുമ്പോ സുസ്മിത അത് തല്ലിക്കെടുത്തും. സത്യാമ്മയ്ക്ക് അവളിലുള്ള വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം സുസ്മിതയെ ജയിലിലേക്കല്ലാതെ വേറെ എവിടെയും പറഞ്ഞയക്കാനാവില്ല. അതിനാണെങ്കിൽ നമ്മുടെ കയ്യിലിപ്പോ ഒരു തെളിവുമില്ല. ഇനി തെളിവിനായിട്ട് കാത്തിരിക്കുന്നില്ല. കുറ്റവാളി നേരെ മുമ്പിൽ നിൽക്കുമ്പോൾ അവളുടെ നാവിന്ന് തന്നെ ഉണ്ടാക്കും നമ്മൾ തെളിവ്. പോലീസും കോടതിയും ഒന്നും വേണ്ട, ഇതിന് വിഷ്ണു മതി. സുസ്മിത, എന്താ വിഷ്ണുട്ടാ? ചില കാര്യങ്ങള് സംസാരിക്കാണ്ടായിരുന്നു. സമയമുണ്ടോ കേൾക്കാൻ? അയ്യോ അതിനെന്താ, വിഷ്ണുട്ട എപ്പോ വേണമെങ്കിലും എന്നോട് സംസാരിക്കാലോ. എന്നാ നമുക്ക് സീരിയസ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അതെ, ഈ ഡിസ്കഷൻ സീരിയസ് ആകുമ്പോൾ വേറെ ആരും കേൾക്കണ്ട അല്ലേ? ഒന്ന് സൈഡ് വാതിലങ്ങ് അടച്ചേക്കാം. എന്താണ്, പേടിയൊന്നും തോന്നില്ലല്ലോ? ഏയ് കം ഓൺ, വിഷ്ണുട്ടനൊപ്പം തനിച്ചൊരു മുറിയിൽ നിൽക്കാൻ ഞാൻ എന്തിനാ പേടിക്കുന്നു? ഈ ജീവിതത്തിലെന്നും നമുക്ക് മാത്രമായിട്ടൊരു ലോകം വേണമെന്ന് കൊതിച്ചിരുന്നോളല്ലേ ഞാൻ. ആണോ സുസ്മിതേ? ഇപ്പോഴും നിനക്ക് അങ്ങനെ ഒരു കൊതിയുണ്ടോ ഈ കല്യാണം കഴിഞ്ഞിട്ടും? അല്ല, നീ എങ്ങനെ ഇവിടെ എന്റെ റൂമില്? മാജിക്. നിങ്ങൾ രണ്ടാളും ഡോറ് തുറന്നു വന്നപ്പോ ഞാനൊന്ന് പ്രത്യക്ഷപ്പെട്ടു. സിമ്പിൾ. നിങ്ങൾ എന്തിനാ എന്നെ റൂമിൽ കയറ്റി വാതിലടച്ചിരിക്കുന്നേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അയ്യോ, അത് മോശമായി പോയി. വിഷ്ണുവേട്ടനുള്ളപ്പോ പേടിയില്ലാന്ന് പറഞ്ഞ സുസ്മിത എന്നെ കണ്ടപ്പോ എന്തിനാ പേടിക്കുന്നത്? നമ്മളെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവല്ലേ? അതിന് നമുക്ക് സംസാരിക്കണമെങ്കിൽ വാതിൽ എന്തിനാ അടച്ചിട്ടിരിക്കുന്നേ? അത് തുറന്നിട്ടൂടെ? അതല്ല സുസ്മിത, അതിപ്പോ വാതിൽ തുറന്നിട്ടാലും അടച്ചിട്ടാലും ഈ തെറ്റിയാത്തൊരെന്തിനാ ഭയക്കണേ? നിനക്കെന്തത്ര പേടി? എനിക്കെന്ത് പേടി?
ദേ ഇവള് പറയുന്ന കേട്ടിട്ട് വിഷ്ണുവേട്ടൻ എന്നെ കുറ്റപ്പെടുത്താൻ വരല്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ നിങ്ങളീ പറയുന്നേ? അതൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യണം സുസ്മിതേ. അത് സംബന്ധിച്ചൊരു വിചാരണയാ നമ്മുടെ ഈ ഡിസ്കഷൻ. ദേ നിന്റെ ഡിസ്കഷനും വിചാരണയ്ക്കൊന്നും എന്നെ കിട്ടില്ല, പറഞ്ഞേക്കാം. നിക്കടി അവിടെ. ഇനിയും ഭാമാന്റെ വിളിച്ചോ അടിച്ചു നിന്റെ. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാതെ നീ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല. വിടില്ല ഞങ്ങള്, മനസ്സിലായോടെ നിനക്ക്? നിനക്ക് എന്താ അറിയേണ്ടത്? പറയാം. സത്യം സത്യം മാത്രം അറിഞ്ഞാൽ മതി. അന്ന് പഞ്ചകൈലാസത്തിൽ എന്താണ് സംഭവിച്ചത്? ഞാനത് പറഞ്ഞാണല്ലോ. നീ പറഞ്ഞതല്ല സുസ്മിതേ സത്യം. നീ നല്ല മിടുക്കിയായ നടിയ. അത് മനസ്സിലാക്കാതെ നിന്നെ കുറച്ചു നേരത്തേക്കെങ്കിലും വിശ്വസിച്ചതാ ഞങ്ങള് ചെയ്ത തെറ്റ്. അല്ലെങ്കിൽ രോഹിത്തിനെ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. പ്രീതി ആ കിടപ്പ് കിടക്കില്ലായിരുന്നു. എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരാളാ. അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ദിസ് ഈസ് അട്ടർ നോൺസെൻസ്. കറക്റ്റ്. ആ നോൺസെൻസിനെ സെൻസിബിൾ ആക്കാനാ നമ്മുടെ ഈ ഡിസ്കഷൻ. പഞ്ചകൈലാസത്തിലെ ഉല്ലാസയാത്രയിൽ നീ രോഹിത്തിന്റെ പ്രണയാതുരയായ ഭാര്യ. പ്രീതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോ അവൾക്കും രോഹിത്തിനും വേണ്ടി പൊട്ടിക്കരഞ്ഞ നന്മ മരം. പക്ഷേ രോഹിത്തിന്റെ വീട്ടിലെത്തിയപ്പോ നിനക്ക് വേറൊരു മുഖമായിരുന്നു. ആ പാവം അമ്മയ്ക്ക് നേരെ ആരോപണങ്ങളും പഴികളും നിരനിരയായിട്ടങ്ങ് നിരന്നു. അതിന് നിനക്ക് നിന്റേതായ ന്യായം വേറെ. പിന്നെ ഇവിടെ എത്തിയപ്പോ നീ ആദ്യം ചെയ്തത് സത്യാമ്മയെ മുന്നിൽ നിർത്തി നിനക്കെതിരെയുള്ള പോലീസ് അന്വേഷണം തടയുകയായിരുന്നു. അവിടെ മുതലാണ് നിന്റെ യഥാർത്ഥ മുഖം വെളിയിൽ വരുന്നത്. അപ്പം മുതൽ എന്നെയും വിഷ്ണുവേട്ടനെയും പ്രീതിയും ഒക്കെ ദ്രോഹിക്കാൻ ഏത് നേരവും വെമ്പൽ കൊള്ളുന്ന പഴയ സുസ്മിതയായിട്ട് നീ വീണ്ടും മാറി. പറയരുതെന്ന് വിലക്കിയിട്ടും പ്രീതിയുടെ കാര്യം എങ്ങനെയെങ്കിലും സത്യാമ്മയെ അറിയിക്കാൻ നീ തിടുക്കം കൂട്ടി. അതിനിടെ യന്ത്രം മാറ്റിവെച്ച് ഇതിനെല്ലാം കാരണക്കാരി ഞാനാണെന്ന് വരുത്തി തീർത്തു നീ. I think all these are sensible, right? ഏതായാലും ഇതെല്ലാം നമുക്ക് രണ്ടു കൂട്ടർക്കും അറിയാവുന്ന പാസ്റ്റ് ടെൻസ്, ഭൂതകാലം. പ്രസന്റ് ടെൻസിൽ, വർത്തമാനകാലത്തിൽ ഞങ്ങൾക്കറിയേണ്ടത് മറ്റൊരു കാര്യം. അത് കേട്ടിട്ട് വേണം നിന്റെ ഫ്യൂച്ചർ ടെൻസ്, നിന്റെ ഭാവി തീരുമാനിക്കാൻ. ഇനി പറ, യഥാർത്ഥത്തിൽ അന്ന് പഞ്ചകൈലാസത്തിൽ സംഭവിച്ചത് എന്താണ്? സത്യം കേൾക്കണം ഞങ്ങൾക്ക്. പലവട്ടം പറഞ്ഞതല്ലേ എനിക്ക് വേറൊന്നും പറയാനില്ലെന്ന്. എന്നാ പിന്നെ നമുക്ക് ഈ ഡിസ്കഷൻ വേറൊരു ലെവലാക്കി കളയാം. സാമം ദാനം ഭേദം ദണ്ണമെന്ന പഴമക്കാര് പറയുന്ന അതിലാദ്യ പടി കഴിഞ്ഞു. ബാക്കി ഇനി കയ്യിക്കുള്ളവര് നോക്കിക്കോളും. വിഷ്ണുട്ടാ, ഭേദവും ദണ്ണമൊക്കെ അങ്ങ് തുടങ്ങാം. പിന്നെ അധികം ഒച്ച ഉണ്ടാക്കാതെ ഒറ്റയടിയിൽ
സുസ്മിത, പ്രീതി പാറക്കെട്ടിൽ തലയടിച്ച നിലയിൽ നിന്റെ മടിയിൽ കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് തന്നെ വനക്ഷേത്രത്തിലെ പ്രദക്ഷിണത്തിനിടയിൽ നീ രോഹിത്തിനെയും കൊണ്ട് സൂയിസൈഡ് പോയിന്റിലേക്ക് പോയപ്പോ 3 പേർക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. രോഹിത്ത്, പ്രീതി, നീ. അതിൽ ഈ കൂട്ടത്തിൽ രോഹിത്ത് ഇപ്പൊ മിസ്സിംഗാ. പ്രീതിയാണെങ്കിൽ കോമയിലും. പിന്നെ അവിടെ നടന്നത് എന്താണെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ. അത് നീ സ്വമേധയാ പറയാൻ തയ്യാറായില്ലെങ്കിൽ നിന്റെ തല പൊട്ടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ ആ രഹസ്യം വെളിയിലേക്ക് ഇടും. അതാണ് ഈ സാമവും ദാനവും കഴിഞ്ഞിട്ടുള്ള ഭേദവും തന്നോ. അവ പറഞ്ഞു തുടങ്ങിക്കോ. പറയടി സത്യം. പറയടി. കൊന്നോളെ ഞാൻ. പറയടി സത്യം തോന്നുന്നു. പറയടി. പറയാൻ പറഞ്ഞു. ഞാൻ പറയാം, ഞാൻ എല്ലാം പറയാം. എന്നെ കൊല്ലരുത്. എന്നാ പെട്ടെന്നാവട്ടെ. രോഹിത്തിനെ സൂയിസൈഡ് പോയിന്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് ഞാനാ. അവിടെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. സുസ്മിതേ, നിങ്ങക്ക് എന്താ അറിയേണ്ടത്? മാമാന്റെ കൂടെ വിളിക്ക. മാമാന്റെ കൂടെ കേക്കട്ടെ എനിക്ക് പറയാനുള്ളത് എന്താന്ന്. രക്ഷപ്പെടാന്ന് വിചാരിക്കേണ്ടത് നീ. സത്യം പറഞ്ഞിട്ട് നീ ഈ മുറിന്ന് വെളിയിലേക്ക് പോവും. 2 കൽപ്പിച്ചിട്ടുണ്ട് ഞാൻ. മര്യാദിക്കുന്നില്ല. സുസ്മിതേ, പറയാൻ ഞാൻ പറയാം, പറയാം വിഷ്ണുട്ടാ, എല്ലാം പറയാം. സുസ്മിതേ, സൂയിസൈഡ് പോയിന്റിലെത്തിയപ്പോ രോഹിത് എന്നോട് പറഞ്ഞു കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന്. എന്നിട്ട് ഇനി രോഹിത്തിന്റെ ഒറ്റയ്ക്കുള്ള കുറച്ച് ഫോട്ടോസ് വേണം എനിക്ക്. രോഹിത്തെ, ആ പാറപ്പുറത്തൊന്ന് കയറി നിൽക്കാവോ? അതാവുമ്പോ നല്ല വ്യൂ കിട്ടും. പിന്നെന്താ? സുസ്മിതേ, എവിടെ നീ? എന്നിട്ട് എന്താണ് സംഭവിച്ചത്? എന്നിട്ട് രോഹിത് പാറപ്പുറത്ത് കയറി നിന്നു. എന്നിട്ട് പറയാൻ എന്താ എന്താ ഇവിടെ നടക്കുന്നേ? മാമാൻഡി, മാമാൻഡി, എന്നെ തല്ലിക്കൊല്ലാൻ നോക്കിയത് ഇവര് രണ്ടാളും. അയ്യോ, എന്താടാ ഇത്? എടാ, എന്താന്ന് പറയാൻ? അത് എന്തിനാന്ന് അറിയില്ല ആന്റി. വിഷ്ണുവിന്റെ ശാലിനിയും കൂടി എന്നെ മുറിയിൽ കയറ്റി അടച്ചിട്ട് തലങ്ങും വിലങ്ങും തല്ലായിരുന്നു. അയ്യോ, എന്തിന്? പ്രീതിയുടെ കുഞ്ഞിനെ ദത്തെടുക്കാൻ ഞാൻ ആന്റിയോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ട്.
കുഞ്ഞിന്റെ അവകാശം ഞങ്ങൾക്ക് കിട്ടാൻ നീ സമ്മതിക്കില്ല അല്ലടി എന്ന് ചോദിച്ചിട്ടാ തല്ലിയത് മുഴുവൻ. ഡി, മോളെ മോള് കരയാതെ. സുസ്മിത കരയാതെ മോളെ, ഞാൻ ചോദിക്കട്ടെ, കരയാതെ പ്ലീസ് മോളെ. അമ്മേ ഇവള് കള്ളമ്മ പറയുന്നേ. ഓ അത് ശരി, താഴെ നിന്ന് കേട്ട ഇവളുടെ നിലവിളി കള്ളം. ഞാൻ മുറി തട്ടി വിളിച്ചപ്പോ നിങ്ങൾ വാതിൽ തുറക്കാതിരുന്നതും കള്ളം. നിന്റെ കയ്യിലിരിക്കുന്നത് ഫ്ലവർ വൈസ് അല്ല, സുസ്മിതയുടെ കഴുത്തിലിടാനുള്ള പൂമാലയാണെന്നും ഞാൻ വിശ്വസിച്ചോണം അല്ലേ? ഷെടാ, ഞാൻ വെറും പൊട്ടിയാണല്ലോ. ആന്റി വേണ്ട, വിഷ്ണുവേട്ടനോട് ചോദ്യം പറച്ചിലൊന്നും വേണ്ട. ഞാനാ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ആന്റി എടുക്കുന്ന തീരുമാനങ്ങൾ ന്യായമുള്ളതായതുകൊണ്ട് ഞാൻ പിന്തുണയ്ക്കും. ചെറുപ്പം മുതലേ എന്റെ മനസ്സ് സത്യത്തിന്റെ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നതായിപ്പോയി. അതൊരു കുഴപ്പമാണെന്ന് ഇപ്പോഴാ ആന്റി എനിക്ക് മനസ്സിലായത്. മോളെ നീ ഒന്ന് ആശ്വസിക്കേ, നമുക്ക് എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം. രോഹിത്തിന്റെ കാര്യം ഓർത്ത് ഓരോ നിമിഷവും നീറിക്കൊണ്ടിരിക്കുക ആന്റി ഞാൻ. ആ എന്നെ ഇങ്ങനെ തല്ലിക്കൊല്ലാനാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പൊക്കോളാം ആന്റി. ഇനി ഇവിടെ ജീവിച്ച ഇവരെന്നെ കൊന്നു കളയുന്നുള്ളത് തീർച്ചയാ. അമ്മ മുംബൈയിലായതുകൊണ്ട് പെട്ടെന്ന് പോവാൻ ഒരു ഇടം ഇല്ല എനിക്കിപ്പോ. രോഹിത്തിന്റെ വീട്ടിലാണെങ്കിൽ ആ സ്ത്രീ എന്നെ കേറ്റുവേ ഇല്ല. അതുകൊണ്ട് വല്ല കായലിലേക്കോ കുളത്തിലേക്കോ റെയിൽവേ ട്രാക്കിലേക്കോ പോകുന്നായിരിക്കും ഈ പറഞ്ഞു വരുന്നേ. എടി കൊറേ ആയാലൂടി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. എടി പോയി ചാവടി. വിഷ്ണു കണ്ടില്ലേ ആന്റി വിഷ്ണുവേട്ടന്റെ മനസ്സിലിരിപ്പ്. ഞാനപ്പോ മതി. വിഷ്ണു അല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞാനാ, ഈ സത്യഭാമ. ഇവിടെ ആര് നിക്കണം ആര് പോണോന്നൊക്കെ ഇപ്പൊ ഈ ഞാൻ തീരുമാനിക്കും. തൽക്കാലം നിനക്ക് ഇവിടുന്ന് പോകാം. അമ്മ എടി പോകാൻ. ഇവള് പറയുന്ന കള്ളങ്ങൾ മുഴുവൻ വിശ്വസിച്ചോ? ഒരു കാലത്തും പഠിക്കില്ല എന്റെ അമ്മ. തൽക്കാലം ഞാൻ നിന്നോടൊന്നും പറയുന്നില്ല. നിന്റെ അമ്മ നിൽക്കുന്നു. ശാരദാമ്മ കണ്ടല്ലോ മകളുടെ തനി സ്വഭാവം. വിഷ്ണു ഇവിടെ എറിഞ്ഞുടച്ചത് എന്നോടുള്ള ബഹുമാനമാ. അതിന് കാരണക്കാരി നിങ്ങളുടെ മകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അന്തസ്സില്ലായ്മയ്ക്ക് ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. അതാണ് സത്യഭാമയുടെ അന്തസ്. സത്യമേ മോള് വാ.